സ്കാൻഡിനേവിയൻ കഥ. പണ്ടുകാലത്ത് സ്കാൻഡിനേവിയയിലെ മഞ്ഞുമലകൾക്കു നടുവിലുള്ള ഒരു ചെറിയ ഗ്രാമത്തിൽ മാർത്ത എന്ന വിധവ ജീവിച്ചിരുന്നു. ഒന്നുമില്ലാത്തവളായിരുന്നുവെങ്കിലും അവളുടെ കരുണയും ദയയും ഗ്രാമത്തിൽ പ്രസിദ്ധമായിരുന്നു. കഠിനമായ തണുപ്പുള്ള ഒരു ക്രിസ്മസ് രാത്രിയിൽ അവൾ അത്താഴം തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ വാതിൽക്കൽ മുട്ടുന്ന ഒരു ശബ്ദം കേട്ടു. വാതിൽ തുറന്നപ്പോൾ ഒരു യാത്രക്കാരൻ തണുത്തു വിറങ്ങലിച്ചു നിൽക്കുന്നത് അവൾ കണ്ടു. ആ യാത്രക്കാരൻ ചോദിച്ചു, "അമ്മേ, എനിക്ക് കുറച്ചു നേരം നിങ്ങളുടെ തീയുടെ ചൂടിൽ നിൽക്കാനാകുമോ?" ദാരിദ്ര്യം നിറഞ്ഞവളായിരുന്നുവെങ്കിലും മാർത്ത അവനെ വീടിനകത്ത് ചെറിയ ചൂടിനരികിലിരുത്തി തൻ്റെ അപ്പം അവനുമായി പങ്കുവച്ചു. അവിടെ നിന്നും യാത്ര പറഞ്ഞ് പുറപ്പെടുമ്പോൾ യാത്രക്കാരൻ ഇപ്രകാരം പറഞ്ഞു, "നിങ്ങളുടെ വീടിന് അനുഗ്രഹം ഉണ്ടാകട്ടെ. ഈ രാവിലെ നിങ്ങൾക്കിനിയും ചില യാത്രക്കാർ വന്നേക്കാം. നിങ്ങൾ എന്നോട് ചെയ്തതുപോലെ അവരോടും ദയ കാണിക്കണം." കുറച്ചു സമയത്തിനു ശേഷം വാതിലിൽ മറ്റൊരു മുട്ട് കേട്ടു. ഇങ്ങനെ ഒന്നിനു പിന്നാലെ മറ്റൊന്നായി 12 യാത്രക്കാരെ മാർത്ത ആ രാത്രിയിൽ സ്വീകരിച്ചു. വാതിലിലുള്ള ഓരോ മുട്ടലും മാർത്തയുടെ മനസ്സിൽ ഒരു സമ്മർദ്ദം ഉണ്ടാക്കി. ഒന്നുമില്ലാത്തതിൻ്റെ ഭയവും നിസ്സഹായരോട് കാണിക്കേണ്ട കരുണയും തമ്മിലുള്ള ഒരു പോരാട്ടം. എന്നാൽ ഓരോ തവണയും അവൾ വാതിൽ തുറന്ന് അവരെ സ്വീകരിച്ചു. ചൂട്, കമ്പിളി, ഭക്ഷണം അല്ലെങ്കിൽ ഒരു ആശ്വാസവാക്ക് എന്നിവ നൽകി അവരെ സ്വീകരിച്ചു. 12ാമത്തെ യാത്രക്കാരൻ പ്രകാശിതനായ കുട്ടി അകത്ത് കയറിയപ്പോൾ വീട് മുഴുവൻ പ്രകാശിച്ചു. അവൻ മാർത്തയോട് പറഞ്ഞു, "പരിചയമില്ലാത്ത ഓരോരുത്തരെയും നിങ്ങൾ വിലയേറിയ നിധി പോലെ സ്വീകരിച്ചു. നൽകിയത് ചെറുതാണെങ്കിലും പങ്കുവെച്ചത് സ്നേഹമാണ്. സത്രത്തിൽ ജനിക്കാൻ ഇടമില്ലാതിരുന്ന എൻ്റെ ജനനത്തിൻ്റെ ജന്മദിനാഘോഷമാണ് ഇന്ന്. അന്ന് എനിക്ക് വസതിയില്ലായിരുന്നതുപോലെ 12 പേർക്ക് ഇന്ന് നിങ്ങൾ 12 തവണ വാതിൽ തുറന്നു. അതെനിക്കായിരുന്നു തുറന്നു തന്നത്." അവൾ ഒരു വാക്ക് പറയുന്നതിന് മുമ്പ് തന്നെ യാത്രക്കാരെല്ലാം അപ്രത്യക്ഷരായി. പ്രകാശം മങ്ങി. ഹൃദ്യമായൊരു ശാന്തത അവിടെ നിറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ മാർത്ത കണ്ടത് അവളുടെ അടുക്കള നിറയെ ഭക്ഷണവും നിറയെ വിറകും ചോർന്ന മേൽക്കൂര ഭംഗിയായി പണിയപ്പെട്ടിരിക്കുന്നതുമാണ്. ഗ്രാമവാസികൾ ഇന്നും പറയുന്നു, ക്രിസ്മസ് രാവിൽ ക്രിസ്തു തന്നെ 12 യാത്രക്കാരുടെ രൂപത്തിൽ ആ ഗ്രാമത്തിലൂടെ നടന്നു. ഹൃദയം തുറക്കുന്നവരെ അവിടുന്ന് തേടുന്നു. പ്രിയ കുട്ടികളെ, ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവിക സാന്നിധ്യം സാധാരണ മനുഷ്യരിൽ മറിഞ്ഞിരിക്കുന്നു എന്നാണ്. ക്രിസ്തു വലിയ അത്ഭുതങ്ങളിലോ വൻ വെളിപ്പാടുകളിലോ മാത്രം വരുന്നു എന്ന് നാം കരുതുന്നു. എന്നാൽ അവൻ വരുന്നത് നിസ്സഹായരുടെയോ ക്ഷീണിതരുടെയോ വഴിതെറ്റിയവരുടെയോ ഉപേക്ഷിക്കപ്പെട്ടവരുടെയോ ജീവിതത്തിലൂടെയാണ്. മാർത്ത നൽകിയതൊക്കെ ചെറുതായിരുന്നു, പക്ഷെ അതിലെ സ്നേഹം വലുതായിരുന്നു. വാതിൽ തുറന്നപ്പോൾ അവൾ ഹൃദയവും തുറന്നു. അപ്പോൾ ക്രിസ്തു തന്നെ അവളെ സന്ദർശിച്ചു. ക്രിസ്മസിലേക്ക് നാം അടുക്കുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ളവരിൽ ക്രിസ്തുവിൻ്റെ മുഖം കാണാൻ നമുക്കാകുമോ? ക്രിസ്മസിൻ്റെ അത്ഭുതം ഒറ്റൊരു രാത്രി മാത്രമല്ല, അവൻ ഇന്നും വരുന്നു, ദിവസവും വരുന്നു, ചെറിയവരുടെ നമ്മുടെ വാതിലുകളിൽ മുട്ടിക്കൊണ്ട്. സ്നേഹപൂർവം, ഫാദർ പോൾ മോറേലി.